ഈ അമ്മയ്ക്ക് പല ആൾക്കാരുമായിട്ട് പല ബന്ധങ്ങളുണ്ട്. അവരുടെ മകൾ മിസ്സിംഗ് ആണെന്ന് കംപ്ലൈൻ്റ് ഉണ്ട്. പലപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിലാണ് ആ വീഡിയോ കോൾ നടക്കുന്നത്. ഈ നമസ്കാരം, ഒരു ജന്മം നൽകി എന്ന് കരുതി ഒരാളുടെ കടമ തീരുന്നില്ല. ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അമ്മമാരുടെ. ഒരു സ്ത്രീ അവരെ ആദ്യത്തെ വിവാഹം മോചനം നേടി രണ്ടാമതൊരാളെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച വ്യക്തിയും ഇതേപോലെ തന്നെ രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഇവരെ. അവർക്ക് ആ വിവാഹ ജീവിതത്തിൽ ഒരു പെൺകുഞ്ഞുണ്ടായി. എന്നാൽ മുന്നോട്ട് പോയപ്പം അവർ തമ്മിൽ ഭയങ്കര പൊരുത്തക്കേടുകളുണ്ടായി അവരുടെ ജീവിതത്തിൽ. അങ്ങനെ ഈ മനുഷ്യന് അവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് മാറി അയാൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഈ സ്ത്രീക്ക് ജോലിയുണ്ട്, ഈ മനുഷ്യനും ജോലിയുണ്ട്, അവരങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്കുണ്ടായ ആ ബന്ധത്തിലുണ്ടായ മകൾ ഇവരോട് തന്നെ കഴിയുകയാണ്. ഇടയ്ക്കൊക്കെ ഇയാൾ വന്ന് ആ മകളെ 1-2 ദിവസത്തേക്കൊക്കെ വീട്ടിൽ കൊണ്ടുപോകും. ഇയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഈ മകൾ പറയും, എനിക്ക് അമ്മയോട് നിൽക്കണ്ട, അച്ഛനോട് നിന്നാൽ മതി എന്ന് മകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് വീട്ടിൽ സംഭവിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മമാരായിരിക്കും ഈ പിള്ളേരുടെ കാര്യത്തിനകത്തൊക്കെ കുറേ കൂടെ കൺസേൺ. അപ്പോൾ ചിലപ്പം തല്ലാനൊക്കെ പിടിക്കാനൊക്കെ അമ്മയായിരിക്കും കൂടുതൽ നിൽക്കുന്നത്. ആ സമയം അപ്പന്മാർ അത്ര വലിയ തല്ലലൊന്നും കാണത്തില്ല. അപ്പോൾ പിള്ളേർക്ക് പൊതുവേ ഈ കാര്യസാധ്യത്തിനായിട്ട് അപ്പൻ്റെ സപ്പോർട്ട് നേടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ കരുതി ഒരുപക്ഷെ ഇതായതുകൊണ്ടായിരിക്കും മകൾ പറയുന്നത് ഇതുപോലെ അമ്മയുടെ കൂടെ നിൽക്കണ്ട എന്ന് ഇന്ന കാരണം കൊണ്ടായിരിക്കും പറയുന്നതെന്ന് കരുതി. ഒരു ദിവസം ഇതേപോലെ തന്നെ പെട്ടെന്ന് ഈ സ്ത്രീ ഈ മകളെ കൊണ്ട് അച്ഛൻ ഇയാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇനി ഈ മകളെ നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ കൂടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. അപ്പം ഇയാൾ ചോദിച്ചു മകളോട് എന്താ കാര്യമെന്ന്. അപ്പോൾ മകൾ പറയുകയാണ്, ഈ അമ്മയ്ക്ക് പല ആൾക്കാരുമായിട്ട് പല ബന്ധങ്ങളുണ്ട്. രാത്രിയിലൊക്കെ അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഒരാളായിട്ടല്ല, പല വ്യക്തികളോടുണ്ട്. പലപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിലാണ് ആ വീഡിയോ കോൾ നടക്കുന്നത്. ഈ പറയുന്ന ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട്. എനിക്ക് അവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മകൾ ഏകദേശം ഒരു 6ാണ്ട് പഠിക്കുകയാണ്. ഈ മകൾ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തു അമ്മയുമായിട്ട് വഴക്കായി. അപ്പോൾ അങ്ങനെ അമ്മ കൊണ്ടുവന്ന് ഈ മകളെ കൊണ്ടുവന്ന് ഇവിടെ അച്ഛൻ്റെ വിട്ടേക്കാണ്. അപ്പം എന്തിനാണ് വിട്ടത് എന്നൊരു സംശയം വന്നു. ഇവർ തമ്മിലോട്ട് ഡിവോഴ്സും ആയിട്ടില്ല. മാനസികമായി പൊരുത്തപ്പെടാത്ത കാരണം അകത്ത് താമസിക്കുന്നതേ ഉള്ളൂ. എനിവേ ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതിപ്പെടണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ കാലമാണ്, നമുക്ക് പറയത്തില്ലല്ലോ. അങ്ങനെ ഈ മനുഷ്യൻ ഈ മകളെയും കൂട്ടിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. ഇങ്ങനെ മകളെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. അമ്മ പോയി. പോലീസുകാരൻ മകളെ തന്നെ നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന്, അതായത് ഇയാൾ പോയത് ഇയാളുടെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ്, എന്നാൽ ഈ ഭാര്യ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുനിന്നൊരു പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിളിച്ചു.